സ്ഥാപനത്തിൽ ഹിദ്മത്ത് ചെയ്തതിന്റെ പേരിലാണ് എന്നെ വിളിച്ചത്. അപ്പൊ ഞാൻ ഒഴിഞ്ഞു പോകുന്നത് ഒരിക്കലും ഉചിതമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എനിക്കപ്പോൾ തന്നെ ഓർമ്മ വരുന്നത് നമ്മളൊക്കെ പ്രസംഗത്തിൽ പഴയ സാഹിത്യ സമാജത്തിൽ തന്നെ ഞാൻ പ്രസംഗിക്കുമ്പോൾ തന്നെ പഠിച്ചൊരു സാഹിത്യമാണ്. താമര പുഷ്പത്തിന്റെ അടിയിൽ കിടക്കുന്ന തവളക്ക് തരിമോക്ക് നഷ്ടപ്പെട്ട കാരണം കൊണ്ട് തേൻ കുടിക്കാൻ കൈക്കുടിക്കാൻ കഴിയാതെ ക്രോക്രോന്ന് ശബ്ദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് മലമടക്കുകളിൽ നിന്ന് വണ്ടുപ്രാണികൾ വന്ന് തേൻ കുടിച്ച് മടങ്ങിപ്പോവുകയാണ്. മനസ്സിലാക്കി കാണാം. ഒന്നും കൂടി പറയാം. താമര പുഷ്പത്തിന്റെ അടിയിൽ കിടക്കുന്ന തവളക്ക് തരിമോക്ക് നഷ്ടപ്പെട്ട കാരണം കൊണ്ട് തേൻ കുടിക്കാൻ കഴിയാതെ ക്രോക്രോന്ന് ശബ്ദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് മലമടക്കുകളിൽ നിന്ന് എത്രയോ വണ്ടുപ്രാണികൾ വന്ന് തേൻ കുടിച്ച് മടങ്ങിപ്പോകുന്നത് പോലെ 17 വർഷം അവിടുത്തെ സ്ഥാപനത്തിലും അവിടെ ബാക്കിൽ തന്നെ ഓടിയ എനിക്കും അവിടുത്തെ വലിയ നേതൃത്വമായി നിങ്ങളൊക്കെ കൊണ്ടു നടന്നപ്പോഴും അവിടുത്തോടുള്ള ആ ഒരു വലിയ പദവി നമുക്കൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതിനുള്ള ഏറ്റവും തെളിവാണ് കഴിഞ്ഞ മുഹറം 1 മുതൽ ഇതുവരെ ഈദുൽഹിജ്ജയുടെ അവസാന ഘട്ടം വരെ നാം ഒന്ന് ഖുറൂത്ത് സാദാത്തിന്റെ ആ മഹനീയ ദർബാറിലേക്ക് കണ്ണോടിച്ചു നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും ജനങ്ങൾ നൽകുന്ന അംഗീകാരം. എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരായതുകൊണ്ട് തന്നെ അതൊരു ശൈലിയിൽ പറയാം. നമ്മുടെ കൂട്ടത്തിൽ തന്നെ തങ്ങൾ ഉസ്താദ് പല മഹല്ലുകളിൽ വരുമ്പോ നമ്മുടെ മഹലിൽ നേതൃത്വം നൽകുമ്പോ നമുക്കൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടെ നടക്കുന്ന എനിക്കുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കുണ്ടായേക്കാം. എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു ശൈലി ബാക്കിയുള്ളവരുടെ ശൈലി പോലെ അല്ല. തീർത്തും നമുക്കൊക്കെ അത്ഭുതം തോന്നിപ്പിക്കുന്ന ശൈലികളായിരുന്നു. ഓരോന്നിന്റെയും ബാക്കിൽ പല രഹസ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നോട് ഇവിടെ വന്നപ്പോ ഒരു ഉസ്താദ് പറഞ്ഞു, ഖുറൂത്ത് സാദാത്ത് ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് പരിപാടി കഴിഞ്ഞിട്ട് ഇപ്പൊ ഇടണ്ടാണ് ചോറ് കഴിക്കാണ്ട് പോയത്. ചോറ് കൊണ്ട് ഞാൻ കൂടത്തേക്ക് വന്നത് ഓർമ്മയുണ്ടോ എന്നോട് ചോദിച്ചു. സത്യത്തിൽ ഞാൻ ഓർത്തുപോയി. ഖുറൂത്ത് സാദാത്തിന്റെ ആ സമയത്ത് ഞാൻ പല പരിപാടികളിലും പല സ്ഥലങ്ങളിൽ കാണാൻ പോയി. കുറെ മഹല്ലിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കാതെ തിരിച്ചു വരുമ്പോ നാട്ടുകാർക്ക് വല്ലാത്ത വിഷമായിരുന്നു. പക്ഷെ അതിന്റെ ബാക്കിൽ എന്നെ പോലെ ഒന്നിച്ചിരിക്കുന്നവർക്ക് അനുഭവങ്ങളുണ്ട്. ഏതൊരു മഹല്ലും ഖുറൂത്ത് സാദാത്ത് ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാതെ മടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാക്കിലുള്ള രഹസ്യം ഒന്നിരിക്കൽ ആ പരിപാടിക്ക് എത്തിയത് മുതൽ ആ നാട്ടിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ ആ തങ്ങളെ ക്ഷണിച്ചു വേണം, തങ്ങളെ എന്റെ വീട്ടിൽ ഒന്ന് വരണം. തങ്ങൾ പറയും തൽക്കാലം വേണ്ട, അല്ലെങ്കിൽ ആ പരിപാടിയുടെ സമയത്ത് വന്നൊന്ന് ചെവിയിൽ പറയും. ആരെങ്കിലും 1-2 ആളുകൾ പറഞ്ഞ് അവരെ മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ നാട്ടിലെ മറ്റൊരു പണക്കാരന്റെ വീട്ടിൽ പോയി തങ്ങൾ ഭക്ഷണം കഴിക്കാതെ മടങ്ങി വന്നിട്ടുള്ള ചരിത്രമാണ് എന്റെ ഓർമ്മയുള്ളത്. അങ്ങനെ 1-2 സ്ഥലങ്ങളൊന്നുമല്ല. തങ്ങൾ ഉസ്താദ് വന്ന് കൂടെത്തുമ്പോ തങ്ങൾ ഉസ്താദിന്റെ ബാക്കിലൂടെ വാഹനമായി ചീരിപ്പാട്ടി വരികയാണ്. ആ വണ്ടിയിൽ മുഴുവൻ ഭക്ഷണങ്ങളാണ്. എത്രയോ പ്രാവശ്യം പല പരിപാടികളും ഭക്ഷണം കഴിക്കുന്നത് കൂറുന്ന പള്ളിയിലാണ്. തങ്ങൾ ഭക്ഷണം കഴിക്കാതെ വന്നിട്ടുള്ളത് ഇത്തരത്തിലുള്ള വലിയ ഒരു കാര്യം അതിന്റെ ബാക്കിലുണ്ട് എന്നതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവർ, പുറത്ത് വന്ന് റൂമിലിരിക്കുമ്പോ നമ്മുടെ റൂമിലേക്ക് ചെറുപ്പിങ്ങനെ പോകുമ്പോ ചിലപ്പോ വല്ലാത്ത ഹാലിലാണ്. സാധാരണ പതിവ് പോലെ വന്ന് റൂമിലിരുന്നാൽ ഫോൺ വിളിച്ച് ലാൻഡിനോട് വിളിച്ച് ഭാര്യയോട് സംസാരിക്കുന്ന കൂടുതലുണ്ടാവും ആ സമയത്ത്. പക്ഷെ ഏതൊക്കെ ഒരു മഹല്ലിൽ ജനറൽ ബോഡി കഴിഞ്ഞു വന്നാൽ അല്ലെങ്കിൽ എല്ലാത്ത വീട്ടിൽ കഴിഞ്ഞു വന്നാൽ ആ റൂമിൽ ഇരുന്നു കൊണ്ട് തങ്ങൾ ഉസ്താദ് വല്ലാത്ത വെപ്പാണ് എന്തെന്നറിയില്ല, വല്ലാത്ത ടെൻഷനാണ്. ഞങ്ങൾ വിചാരിക്കും എന്തിനായിരിക്കും ടെൻഷൻ. ഞങ്ങൾ പോയി എന്തെങ്കിലും സംസാരിക്കുമ്പോ ആൾക്കാരുടെ ഡ്രസ്സൊക്കെ ചോദിക്കാൻ വേണ്ടി പോകുമ്പോ തരുന്ന പരിപാടിയില്ല, നമ്മൾ തേടിയെടുക്കണം. തരുന്ന പരിപാടി എന്റെ ക്ലോസിൽ 14 കൊല്ലത്തിൽ ഹിമമി ഇതൊന്ന് അലക്കാനുള്ളത് എന്ന് ആ അവിടുത്തെ നാവുകളും പറഞ്ഞിട്ടേ ഉണ്ടാവില്ല. കമീസ് ഇസ്ത്രീയുടെ പോലും പറയാത്തവരാണ്. നമ്മൾ ഇസ്ത്രീ ഇട്ട് കൊടുത്താൽ വിടും, അല്ലെങ്കിൽ അതേ കമീസ് ഇട്ടിട്ട് പല പ്രാവശ്യം ഇപ്പോൾ കാര്യങ്ങൾ കണ്ടിരിക്കണം ഇസ്ത്രീയൊക്കെ ചൊടിഞ്ഞത്. അത് കാരണം വിടാത്തത് കൊണ്ടല്ല, അത് കമീസ് ആ ബാഗിന്റെ ഉള്ളിൽ പുറത്തെടുക്കാത്തത് കൊണ്ടാണ്. ബാഗിന്റെ ഉള്ളിൽ എടുക്കാൻ നമുക്കൊരു ഭയം ഉണ്ടാവുമല്ലോ. പുറത്ത് തൂക്കി വെച്ച ചിലപ്പോൾ മിസ്സിട്ട് കൊടുക്കുന്നല്ലാതെ അതിന്റെ ഉള്ളിൽ എടുക്കാൻ നമുക്ക് ഭയം അതിൻ്റെ തന്നെ ഉണ്ടാവും. അങ്ങനെ അടുപ്പിച്ച് മാറ്റി വെച്ചത് പനി എടുത്തിട്ടുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, ബഹുമാനപ്പെട്ട സയ്യിദ് ഔലികള് ഏതെങ്കിലും ഒരു മഹലിന് നേതൃത്വം കഴിഞ്ഞ് വന്നാല് റൂമിൽ വെപ്രാണം, വല്ലാത്ത വെപ്രാണം. എന്നിട്ട് പറയും, മുദരിസ് ഞാൻ ഒന്നിച്ച് പോകുമ്പോൾ മുദരിസിനോടൊക്കെ പറയും, നമുക്ക് കാടല്ല നല്ലത്, നമുക്ക് കാട് നല്ലത്, നാട്ടിനേക്കാൾ നല്ലത് കാട്. ഇത് സ്വന്തം ആവശ്യത്തിനല്ല, അതല്ലാതെ വേറെ ഏതൊക്കെ ചിന്തിച്ചിട്ടല്ല. ഏതോ ഒരു മഹലിലെ പ്രശ്നത്തിന്റെ പേരിൽ ഫുൾ ടൈം അവിടെയും ബിസി, വരുമ്പോൾ വണ്ടിയും ബിസി, വന്ന്
എന്നിട്ട് പള്ളിയിലെത്തിയാൽ അവിടെ ബിസി. ഒരു മഹലിന്റെ നന്മക്ക് വേണ്ടിയിട്ട് എത്ര സമയമാണ് അവിടുന്ന് ചെലവഴിക്കുന്നത്. ഞങ്ങളൊക്കെ ഇങ്ങനെ അവിടുത്തെ പ്രശ്നപരിഹാരത്തിന് ഇങ്ങനെ ജനങ്ങൾ വരുമ്പോ ചെറിയ രണ്ട് വിഷയമായിരിക്കും, പെട്ടെന്ന് പറഞ്ഞ് തീർക്കാനേ ഉള്ളൂ. ആ വിഷയത്തിന് വേണ്ടി 1.5 മണിക്കൂറല്ല 2 മണിക്കൂറല്ല, ദുഹൂറിന്റെ സമയമായാൽ ജമാഅത്തിന് വരെ ബഹുമാനപ്പെട്ടവർ വരില്ല. അവിടെ പ്രശ്നം തീർക്കന്നെ. അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ മസലാറുള്ളത് കൊണ്ട് നിങ്ങൾക്കറിയാം, ജമാഅത്തിന് വരുന്നതിനേക്കാളും വലിയ കാര്യമായിട്ടാണ് അവിടെ നിന്ന് 2 ആളുകളുടെ സുഖത്തിന് വേണ്ടി അവർ ചെലവഴിക്കുന്നത്. എന്നിട്ടോ ഭക്ഷണത്തിന്റെ സമയം 2 മണിയല്ല 3 മണിയല്ല, അസർ വാങ്ങി കൊടുക്കുമ്പോൾ പല പ്രാവശ്യം ഉച്ചക്കത്തെ ചോറ് വയ്ക്കുന്നത് അസർ വാങ്ങി കൊടുക്കുമ്പോഴായിരിക്കണം. രാത്രി ഒരിക്കലും കൂറത്ത് 33 വർഷം ജോലി ചെയ്ത തങ്ങള് ഒറ്റക്കായിട്ട് എന്റെ അനുഭവത്തിൽ ഭക്ഷണം കഴിച്ച ചരിത്രത്തിലുള്ള ഒറ്റയ്ക്ക് വന്ന് ചെയ്തിട്ടുള്ള പരിപാടി ജീവിതത്തിൽ ഇല്ലേ ഇല്ല. ഞങ്ങൾ ചിലപ്പോൾ രാത്രി 12 മണി 1 മണി വരെ കാത്തിരുന്നുകൊണ്ട് ഒരുമിച്ചായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. അല്ലാണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും മൂപ്പര് വന്നിട്ട് തമ്മിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന പരിപാടി ഇല്ല. അത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നമുക്ക് ഒപ്പിയെടുക്കാൻ പറ്റിയ മാതൃകയാണ്. ബഹുമാനപ്പെട്ട കുറൂട്ട് സാദാത്തിനെ സംബന്ധിച്ച് എപ്പോഴാണ് വഫാത്തായതെന്ന് നേരത്തെ ചോദിച്ചു വാട്സപ്പിലൂടെ. മുഹറം 1 ബഹുമാനപ്പെട്ടവര് യാത്രയാവുകയും അന്ന് രാത്രിയാണ് മറവ് ചെയ്യപ്പെട്ടത്. രാത്രിയാകുമ്പോൾ ചിലപ്പോ മുഹറം 2 ചിലപ്പോൾ കാണുന്നുണ്ടാകും. ചിലപ്പോ അങ്ങനെയാണോ ദിവസം 1-2 ചോദിക്കുന്നത്. അതായത് വഫാത്തായത് കഴിഞ്ഞ മുഹറം 1 ബഹുമാനപ്പെട്ട കുറൂട്ട് സാദാത്ത് തങ്ങളുടെ അനുഭവം പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് കൂട്ടി പറയാനുണ്ട്. പക്ഷെ നമുക്കൊക്കെ ഇത് മനസ്സിലാകുന്നത് അവിടുത്തെ വഫാത്ത് കഴിഞ്ഞപ്പോഴാണ്. നിങ്ങളെല്ലാ മഹലിലും അവിടുത്തെ ഒരു ഹതവ് നടന്നില്ലേ, യൂണിറ്റുകൾ നടന്നില്ലേ? ഇത് ചെറിയൊരു ഇങ്ങനത്തെ എത്ര നമുക്ക് കണ്ടീഷനുകൾ വരുന്നുണ്ട്, സർക്കുലറും അല്ലാതെ എന്തൊക്കെ തീരുമാനങ്ങൾ നമുക്ക് വരുന്നുണ്ട്. പക്ഷെ ഇതൊരു നിയമം വന്നപ്പോ ഞാൻ ഹിക്മത്തിലൂടെ അത് നടത്തി കഴിഞ്ഞു. എന്റെ ചെറിയ മകൻ മേലാളത്ത് വരെ ഖത്മുൽ ഖുർആന്റെ മജ്‌ലിസ് ഇന്നലെ രാത്രി കഴിഞ്ഞു. എന്റെ അവിടുത്തെ അംഗീകാരം ബഹുമാനപ്പെട്ട തങ്ങളോടുള്ള സ്നേഹം നമ്മുടെ കൽബിലേക്ക് ഇട്ടു തരികയാണ് അല്ലാഹു. മാത്രമല്ല അവിടുന്ന് ഓതി തീർത്ത ഖത്തമിന്റെ 10 മടങ്ങ് എത്രയോ ഖുർആനുകൾ അവിടുത്തെ ദർബാറിലേക്ക് എത്തിക്കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഖുർആനിലെ കഥ വഫാത്താകുന്നതിന് തൊട്ട് മുമ്പല്ലേ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, ഞാൻ റമദാൻ 28 ഖത്തം തീർത്തു. ഞങ്ങൾക്കൊക്കെ തോന്നി തങ്ങളങ്ങനെ പറയണ്ടായിരുന്നു അല്ലെ, തങ്ങളങ്ങനെ പറയണ്ടായിരുന്നു. ഇന്ന് എന്താണ് വിലയിരുത്തുന്നത്? അവിടുത്തെ വഫാത്തിന് തൊട്ട് മുമ്പ് പറഞ്ഞ സമയത്ത് ബോധ്യപ്പെടുത്തുന്നത് ബാധ്യതയാണ്. അതുകൊണ്ടാണ് ബോധ്യപ്പെടുത്തിയത്. നമ്മളെ പോലത്തെ വലിയ വലിയ ആലിമീങ്ങളെ എന്നെ പോലത്തെ ഇവിടെ നടക്കുന്നവർക്ക് ചിന്തിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഷാഫി ഇമാമിന് എത്ര ഓതി തീർക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ജീവിക്കുന്ന നമുക്കും അതിന് കഴിയോ ഇല്ലേ എന്ന് ഞാൻ വഫാത്താകുന്നത് വരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടില്ലെങ്കിൽ എത്ര ആൾ ചോദിച്ചിട്ട് പോയിട്ട് ഞങ്ങളടുത്ത് ചോദിക്കും. സാധാരണ ചോദിക്കുമ്പോഴൊക്കെ തമാശ പറയാൻ തുടങ്ങിയാൽ സംഭവം തമാശ പറയും. കാര്യത്തിലുണ്ടായാൽ കൃത്യമായിരിക്കും. ഒരു കടു അണുമണിക്ക് പോലും വിട്ടുകൊടുക്കാത്ത ശൈഖല മാസപ്പിറവിന്റെ ദിവസം നിങ്ങൾക്കൊക്കെ അറിയാം, വലിയ ചർച്ചകളും കോലാഹലങ്ങളും നടന്നപ്പോ ഓർത്ത ദർബാറിലേക്ക് അബ്ബാസ് നൽകട്ടെ, തറച്ചുയർത്തട്ടെ, വലിയ വലിയ നേതാക്കളൊക്കെ യൂട്ടിക്കാതുന്ന പോലത്തെ വലിയ രാജകീയന്മാരായവരൊക്കെ വന്ന് എന്തൊക്കെയാണ് അവിടുന്ന് പറഞ്ഞത്, എത്രയാണ് താങ്കൾ മൈൻഡ് വാഷ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് എന്തെന്ന് പറഞ്ഞാലും അവിടുന്ന് ഒരു അണുമണി പിണങ്ങിയില്ല. മാത്രമല്ല അവസാനം ലാസ്റ്റ് ശൈഖുന സുൽത്താനുൽ ഉലമയുമായിട്ടുള്ള ഫോൺ കോളിലൂടെ ഫോൺ കോളിൽ സംസാരിച്ചപ്പോ ഉസ്താദിന്റെ ഭാഗത്ത് ചെറിയൊരു സോൾവിന്റെ വിഷയം കൊണ്ട് വന്നു. അപ്പൊ അങ്ങോട്ട് ചോദിച്ച മറുപടി നമുക്ക് കേൾക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ബാപ്പയും നിങ്ങളൊക്കെ അന്ന് ഇറങ്ങി വരേണ്ട ആവശ്യമുണ്ടായ ഉസ്താദ് എന്നാണ് അങ്ങോട്ട് ചോദിച്ചത് സുൽത്താനുൽ ഉലമയോട്. ബാപ്പയും നിങ്ങളൊക്കെ അന്ന് ഇറങ്ങി വരേണ്ട ആവശ്യമുണ്ടായിരുന്നോ ഞാൻ അഡ്ജസ്റ്റ്മെന്റ് ആക്കണമെങ്കിൽ? ഇത് ചോദിച്ചതിന് ശേഷം സുൽത്താനുൽ ഉലമ തങ്ങളോട് ഒരു വാക്ക് ഇങ്ങോട്ട് പറഞ്ഞില്ല. പിന്നെ ഒഫാത്താകുന്നതിന് 5 ദിവസം മുമ്പ് മർക്കസിലേക്ക് പോയിരുന്നു. ആ പോയി വന്നിട്ട് എന്റെ പൊരക്കുടിയുടെ ട്രാക്കിന്റെ സമയമാണ്. ആ പോയി വന്നപ്പോ സുൽത്താനുൽ ഉലമയുടെ അടുത്ത് പോയി സംസാരിച്ച കഥകളും അവിടുന്ന് ഹദിയ നൽകിയത് കൂടെ ഉണ്ടായിരുന്ന ഹദിയയുടെ തന്നെ സുൽത്താനുൽ ഉലമ നൽകുകയും ചെയ്തത് കാണാത്ത പതിവിന് വിരുദ്ധമായ ഒരു സംഭവമാണ്. സുൽത്താനുൽ ഉലമയോടുള്ള അഭേദ്യമായ ബന്ധത്തിന്റെ ഒരു സ്നേഹത്തിന്റെ ഒരു കാഴ്ചയാണ് അവസാനം 5 ദിവസം മുമ്പ് സുൽത്താനുൽ ഉലമയുമായിട്ട് പങ്കുവെച്ചത്. ഞാൻ നമ്മുടെ ശൈഖന്മാരുമായി ഭയങ്കര ബന്ധമുള്ള തങ്ങളുടെ ഉസ്താദിനെ കൂടുതലായി നമുക്ക് മനസ്സിലെത്തി അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വിഷമത്തിന്റെ വിഷയമാണ്. ഇത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് മൺമറയുമെന്നോ ഇപ്പോഴും നമുക്കൊക്കെ തോന്നാണ്. 2-3 ദിവസത്തിന് 3 മാസം വിവിധ ഗൾഫിൽ പോകുന്നത് ഞങ്ങൾ ഇപ്പൊ വരും എന്ന രൂപത്തിൽ ആ ഫോട്ടോകളും വീഡിയോകൾ കാണുമ്പോൾ
ഒരിക്കലും അവിടെ വഫാത്തായതായി തോന്നുന്നില്ല. അത്രത്തോളം നമ്മുടെ ഓരോരുത്തരുടെ കൽബിൽ ആ സയ്യിദവലുകൾ സ്ഥാനം പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഇനിയുള്ള മുന്നോട്ടുള്ള ഉറൂസിന്റെ കാര്യങ്ങൾ വളരെ വിപുലമായി ഇവിടുത്തെ മകനിക്ക് 2 കൊല്ലത്തിൽ പഠിപ്പിച്ചു കൊടുത്തതനുസരിച്ച് ഇവിടുത്തെ മകനെ ലീഡറാക്കിക്കൊണ്ടാണ് താജുൽ ഉലമയുടെ മുമ്പത്തെ 2 ഉറൂസുകൾ നടത്തിയത്. അതുകൊണ്ട് വലിയ പാഠമായി ഇന്നത്തെ ഉറൂസിനെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിക്ക് വലിയൊരു കാര്യമായിട്ടാക്കേണ്ടി വന്നിട്ട് എല്ലാ അനുഭവത്തിലുള്ളതുകൊണ്ട് എട്ടിക്കുളത്തെ ഉറൂസിന്റെ അതേ രീതിയിൽ തന്നെ ഉറൂസിന്റെ കാര്യങ്ങളൊക്കെ ഈ മഴക്കാലത്ത് വരെ ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ അതിന്റെ പ്രചാരകരാകണം, അവിടുത്തെ മദ്ഹ് പറയുന്നവരാകണം. അഹ്ലുൽ ബൈത്തിനെ ഇക്കാലത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഉപകരിക്കുന്ന വിധത്തിൽ മഹല്ലുകളിൽ പോയി നിങ്ങൾ ഓർത്ത് നോക്കൂ. ഈ രൂപത്തിൽ ഒരു മഹല്ലിൽ വന്ന് സത്യം പറഞ്ഞാൽ ഞാൻ പോയിട്ട് ഒരു കാര്യം പറഞ്ഞാൽ എത്ര മോശപ്പെട്ടവരാണെങ്കിൽ ശരി, ഒരാൾ പോയി തങ്ങളോട് കാര്യം പറയുമ്പോ തങ്ങൾ അയാളെ ചെറുതായി കാണുകയെന്നില്ല. ആദ്യം വന്നിട്ട് ആരാണ് ആ സംഭവം പറയുന്നത്, അത് തങ്ങളെ മനസ്സിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞു. പിന്നെ അതിനെ മാറ്റി തീർത്താൻ ആരെ കൊണ്ട് സാധിക്കുന്നില്ല. കാരണം തങ്ങളെ പോലെ തന്നെ എല്ലാവരും തങ്ങൾ വിശ്വസിക്കുകയാണ്. ഈ വരുന്ന ഉസ്താദാണ്, ഉസ്താദ് തിരിപ്പാക്കാൻ പറഞ്ഞാൽ തങ്ങൾ മനസ്സിലാക്കുന്നില്ല. തങ്ങൾ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ അതിന് ഏറ്റെടുക്കുകയാണ്, അതിനെ മനസ്സിലാക്കി അതിന് മുന്നോട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. അപ്പോഴാണ് പലയിടത്തും ഞങ്ങൾക്ക് സംശയത്തിന്റെ വഴികൾ വരുന്നത്. അവിടുത്തെ കൽബ് ക്ലിയർ ആയതുകൊണ്ടാണ് ഒരാളെ കുറിച്ച് ഒരു തെറ്റിദ്ധാരണ കൊടുത്ത് വരാത്തത്. ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്. അല്ലാഹു മഹാന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും നന്നാക്കി തരട്ടെ. ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അവിടുത്തെ പൊരുത്തമില്ലെങ്കിലും പൊരുത്തക്കേട് സമ്പാദിക്കാൻ അല്ലാഹു നമുക്ക് സമ്പാദിക്കാതിരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് ഉറൂസിന്റെ വിഷയത്തിൽ ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച ഉറൂസല്ല, എല്ലാവരും വിചാരിച്ചു ഞായറാഴ്ച രാഷ്ട്ര സമാപന, ഞായറാഴ്ച ഉറൂസില്ല. ഞായറാഴ്ച രാവിലെ ബദ്ർ മൗലിദും അവിടെ ഇഷ്ടപ്പെട്ടതുപോലെ ബദ്ർ മൗലിദ് 9 മണിക്ക് തുടങ്ങിയാൽ ആ ബദ്ർ മൗലിദോട് കൂടി അന്നദാനം തുടങ്ങാം. അന്ന് ഫുള്ള് ഭക്ഷണം വിതരണം, ഇഷ്ടംപോലെ ആയിരക്കണക്കിന് ആൾക്ക് ഭക്ഷണം അന്ന് രാത്രി മഗ്‌രിബ് വരെ വിതരണം ചെയ്യണമെന്നാണ്. ശനിയാഴ്ച എന്നതാണ് ഉറൂസിന്റെ സമാപന പരിപാടി. അതുകൊണ്ട് വ്യാഴാഴ്ച തന്നെ, വ്യാഴാഴ്ച വെള്ളിയാഴ്ചയും പല രൂപത്തിലുള്ള മജ്‌ലിസുകളാണ് അവിടെ നടക്കുന്നത്. ആൾക്കാരുടെ നോട്ടീസ് എന്നാണ് നമ്മുടെ കൈവെക്കും. എല്ലാ വിഷയത്തിലും എല്ലാവരുടെയും പരിപൂർണമായ സഹകരണം ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തി എനിക്ക് പറയാനുള്ളത്, എന്റെ പോലെ നിങ്ങൾ നേരത്തെ പറയുമ്പോ എനിക്ക് തോന്നിപ്പോയി പറയണമെന്ന്. ഞാൻ 3.5 വർഷം മുമ്പാണ് എന്റെ കുറ്റിയടിക്കാൻ വേണ്ടി തങ്ങളെ കൊണ്ടുവന്നത്. പുതിയൊരു സ്ഥലത്ത്, കുറ്റൊരു അറിയാം, കുറ്റൊരു സ്ഥലം ഞങ്ങളൊക്കെ പുതിയതായി വാങ്ങിയ സ്ഥലം. അപ്പൊ തങ്ങളുടെ സ്ഥലം ആദ്യമായിട്ട് കുറ്റിയടിക്കുന്നത് കിണറിനാണ്. ഒരു കിണറിനെ കുറിച്ചടിച്ചിട്ട് ഒരു കിണർ വയ്ക്കുക, എന്നിട്ട് ആഴ്ച കര കെട്ടിയാൽ മതി. ആദ്യം കിണർ കുഴിച്ചു, 7 കോൽ നല്ല വെള്ളം കിട്ടി. അതിന്റെ പണി തുടങ്ങി. പണിയൊക്കെ പൂർത്തിയായിട്ട് നേരത്തെ പറയുമ്പോ എനിക്ക് തോന്നുന്നു പണിയൊക്കെ പൂർത്തിയായിട്ട് കുടിയാവാനൊന്നും ആയിട്ടില്ല. തങ്ങളോട് പോയിട്ട് പറഞ്ഞ് കുടിയാവല്ലേ, ഉദ്ഘാടനാക്കല്ലേ. അങ്ങനെ തങ്ങളുടെ സ്ഥലം തന്നെയാണ് ഡേറ്റ് തരുന്നത്. ഒരു ദിവസം പാട്ടാക്കുന്നതിന് 1 ദിവസം മുമ്പാണ് എന്റെ പരിന്റെ ഉദ്ഘാടനം. 3.5 വർഷം കൊണ്ട് തങ്ങളുടെ ഉണ്ടാക്കി തന്ന ആ സമ്പത്ത് കൊണ്ട് തന്നെ മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളാരും ചോദിച്ച പണം പൈസ തരില്ല, ഞങ്ങൾ പോയിട്ട് ചോദിച്ച് വാങ്ങാൻ തരില്ല. പക്ഷെ ഞങ്ങൾ ഏറെ പോയിട്ടും തങ്ങളുടെ പേര് പറഞ്ഞിട്ട് പൈസ വാങ്ങുന്നതാണ്. എനിക്ക് തങ്ങളൊരു കുഴപ്പമില്ല. ഞാൻ എന്റെ പൈസ ആവശ്യത്തിന് എന്റെ പലയിടങ്ങളിൽ പോയി അവിടെ ഫോൺ വിളിച്ചിട്ട് തങ്ങളോട് കൊടുക്കാൻ പറഞ്ഞപ്പോ തങ്ങളെ ഫോൺ വാങ്ങിയിട്ട് തൃക്കാരിയായിട്ട് ഞാൻ പോയപ്പോ ഫോൺ വിളിച്ചിട്ട് തൃക്കാരിയോട് പറയുന്നത് നമ്മളെ ഉസ്താദാണ് വന്നിട്ടുണ്ട്, ഇത് ആവശ്യത്തിന് വന്നല്ലേ, അവിടെ പോയി നോക്കോ ആരോട് തൃക്കാരിയായിട്ട്. ഈ വിഷയത്തിലൊക്കെ അല്ലാതെ തങ്ങൾ ഉസ്താദ് ഒരാൾ വാങ്ങി തന്നത് ഞങ്ങൾക്കറിയില്ല. തങ്ങൾ ഉസ്താദിന്റെ സ്വന്തത്തിനാവട്ടെ അത് വ്യക്തിപരമായിട്ട് ഒരാൾക്കും ചോദിക്കൂല. സ്ഥാപനത്തിന് പിരിവിനൊക്കെ പോയാൽ, സാഹചര്യം ആവശ്യത്തിനൊക്കെ പോയാൽ സാഹചര്യക്ക് വേണ്ടി മാത്രം കൂടത്തെ കൊണ്ട് ചോദിക്കുന്ന പരിപാടി ജീവിതത്തിൽ ഇല്ല. ഇങ്ങനെ എത്ര അനുഭവങ്ങൾ ഏതെങ്കിലും സ്ഥാപനത്തിന് വേണ്ടി കൂട്ടിക്കൊണ്ടുപോയാൽ ആ സ്ഥാപനത്തിന് വേണ്ടി മാത്രം അവിടെ നിഷ്കളങ്കമായി പിരിവുകൾ ഉണ്ടാക്കിക്കൊടുത്ത് എത്രയാണ് ജനങ്ങൾക്ക് സന്തോഷം അറിയിച്ചത്. അവിടുത്തെ ആ ബർദസിയായ ആലം സ്വർഗപൂരിതമാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് മാത്രം പ്രാർത്ഥിച്ച് ഇൻഷാ അല്ലാഹ് ഉറൂസ് പരിപാടിയിലേക്ക് അവിടുത്തെ ചെറിയൊരു ഖാദിമ എന്ന നിലയ്ക്ക് എല്ലാവരെയും ഒന്നുകൂടെ ക്ഷണിച്ച് നിങ്ങളൊക്കെ നാടുകളിൽ പ്രചരിപ്പിച്ചതിനേക്കാൾ ഉപരി ജനങ്ങളെ ഹൃദയത്തിലേക്ക് തങ്ങളുടെ സ്ഥാനം ഇട്ടുകൊടുക്കണം. കുറെ ആളുകൾ എന്തൊക്കെയോ പറഞ്ഞവരുണ്ട്. അവർ മനസ്സിൽ ഇന്നെങ്കിലും കൊടുത്തുള്ള ബഹുമാനം കണ്ടുകൊണ്ടെങ്കിലും ഉണ്ടാവണം. അതുകൊണ്ട് എല്ലാവരും പ്രചരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.